എറണാകുളം വൈറ്റില ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതിനെ തുടർന്ന് മാറി താമസിക്കേണ്ടവർക്കുള്ള വാടകത്തുക ഇരട്ടിയാക്കണമെന്ന ആവശ്യം. ഹൈക്കോടതി നിശ്ചയിച്ച വാടകത്തുക പുതുക്കി നിശ്ചയിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നമ്മുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ഇപ്പം നമ്മുടെ മുമ്പിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാക്വേഷനാണ്, ഇവിടെ നിന്ന് ഒഴിയുക. അതിന് വാടകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോടതിയുടെ ഉത്തരവനുസരിച്ച് 21,000 രൂപ അല്ലെങ്കിൽ 23,000 രൂപ. ഇപ്പം നിങ്ങൾക്കിവിടെ ഈ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ കാണാം നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് നന്മയെന്നും പറഞ്ഞ് അവിടെ എൻക്വയറി നടത്തിയപ്പോൾ ഒരു 40,000 to 50,000 റുപ്പീസാണ് വാടക വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ AWHO തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണം, ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട്. ആസിഫ് മുഹമ്മദ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ആസിഫ്, വിശദാംശങ്ങൾ പറയും. തീർച്ചയായും നമുക്കറിയാം, ഈ ആർമിയുടെ 2 ടവറുകളാണ്, ഫ്ളാറ്റുകളിലെ 2 ടവറുകളാണ് പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. അതിലെ താമസക്കാരെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശമടക്കം ഹൈക്കോടതി നൽകി. പക്ഷേ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക താമസക്കാരെ സംബന്ധിച്ചുള്ളത് വാടക സംബന്ധിച്ചാണ്. 21,000 മുതൽ 23,000 വരെയുള്ള തുക നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊച്ചിയിൽ സമീപ പ്രദേശങ്ങളിൽ എവിടെയും ഇത്തരത്തിൽ ഈ ഒരു വാടകയ്ക്ക് ഫ്ളാറ്റോ മറ്റ് വീടുകളോ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന വാടക തുക അത് ഇരട്ടിയാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഈ താമസക്കാർ ഉന്നയിക്കുന്നത്. ഈ AWHO ആണ് ഈ ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ AWHO തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ താമസക്കാർക്ക് കൃത്യമായി ഒരു ഇരട്ടിയോളം തുക വാടക നിശ്ചയിച്ച് നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റിയതിനു ശേഷം എന്നത്തേക്ക് പുനർനിർമ്മിക്കുമെന്ന സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ധാരണയില്ല എന്നുള്ള കാര്യവും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 3 കൊല്ലമെങ്കിലും വേണം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇവരുള്ളത്. അത് കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് തങ്ങൾക്ക് വാടക ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം കാലം തുടരുമെന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു ധാരണ വേണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഫ്ളാറ്റ് ഉടമകൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുക അടക്കം ചെയ്തിരുന്നു. ഇനി അടുത്ത വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച് AWHOയുടെ പ്രതിനിധികൾ അടക്കം കളക്ടറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ താമസക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫ്ളാറ്റ് പൊളിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ആദ്യ പടിയായാണ് ഇന്നലെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി ഫ്ളാറ്റ് സന്ദർശിച്ചിരുന്നു. അപ്പോഴും കളക്ടർ വ്യക്തമാക്കിയത് എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ച് ഇത് പൊളിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ താമസക്കാരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ നിലവിലുള്ള ഈ വാടക തുക സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം, അതായത് ഈ നിലവിൽ നമുക്കറിയാം ആ ഫ്ളാറ്റുകൾ അവർ വാങ്ങിയപ്പോഴുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് അവർ ഒരുപാട് ജോലികൾ ആ ഫ്ളാറ്റിൽ ചെയ്തു തീർത്തിട്ടുണ്ട്, ഇന്റീരിയർ ഡിസൈൻ അടക്കമുള്ളവ. അതുകൊണ്ട് അതടക്കം പൂർത്തീകരിച്ച് വേണം തങ്ങൾക്ക് ഫ്ളാറ്റുകൾ ലഭിക്കാൻ എന്നുള്ള ഒരു കാര്യമടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ അടക്കം ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ താമസക്കാർ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.